ഒരു വലിയ ചെറിയ ഡേ ആണ് ഇന്നത്തേത്. ടാരോന് ഏറ്റവും ഇഷ്ടമുള്ള ഡോൾസിൽ ഒന്നാണ് ദാ ഈ ഒരെണ്ണം. ആൾ ഇതിന്റെ കൂടെ കളി തുടങ്ങിയിട്ട് കുറച്ചു നേരം. ഇപ്പൊ ഇത് നീങ്ങുന്നത് കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു ദേഷ്യമുള്ള പോലെ. അങ്ങനെ നമ്മുടെ കുട്ടിക്കുറുമ്പി ഓരോ കുറുമ്പുകൾ കാട്ടി കാട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആളുടെ കയ്യിലേക്ക് ഞാൻ ടാരുവിനെ ഏൽപ്പിച്ചിട്ട് ഇതാ റെഡി ആയി കോളേജിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ എയർ ഇന്ത്യ സാറ്റ്സിന്റെ ഇന്റർവ്യൂല് നമ്മളുടെ അക്കാഡമിയിൽ നിന്ന് വീണ്ടും 2 കുട്ടികൾ പ്ലേസ്ഡ് ആയ സന്തോഷത്തിലാണ് ഞങ്ങള്. അതും സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം കോളേജിലേക്ക് പോകുന്നത്. ഓരോ കുട്ടികൾ പ്ലേസ്ഡ് ആകുമ്പോഴും ഞാൻ ഓരോ ഇന്റർവ്യൂല് പാസ് ആയിക്കൊണ്ടിരുന്നത് അതേ ഹാപ്പിനെസ് ആണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നാറ്. കാരണം ഇവരെല്ലാവരും ആഗ്രഹിച്ച ജോബിലൊക്കെ കയറാൻ പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നേരെ പോകുന്നത് ടാരുവിന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. എന്റെ ഈശ്വര, ഇത് കണ്ടപ്പോ ഉണ്ടായ ഒരു ക്യൂട്ട്നെസ് എനിക്ക് പോയി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാറായോടി നീ എന്നൊക്കെയാണ് തമാശക്ക് ഞങ്ങൾ ചോദിച്ച് കളിയാക്കുന്ന കേട്ടോ. വലിയ വാശിയൊന്നും കാണിക്കാതെ ഒരു ലോങ് ക്യൂലൊക്കെ നിന്ന് ആശാത്തി അവിടെ നല്ല ജോളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവളുടെ ആവശ്യമാണല്ലോ. അതെന്തോ ആൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ജങ്കാറൊക്കെ കടന്ന് നമുക്കിവിടെ കുറച്ച് സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവര് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ഞാൻ കാറിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇനി പോവാനായിട്ട് 2-3 ദിവസം കൂടെ ഉള്ളൂ. ടാരു ആണെങ്കിൽ ഓരോ കുറുമ്പ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് എനിക്ക് മിസ് ചെയ്യൂലോ എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ ഒരു വിഷമം. പറഞ്ഞ പോലെ ചെയ്യാൻ പോകാൻ 2-3 ദിവസം ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് കുറച്ച് ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു വന്ന പാടെ ടാരുവിനെ വീണ്ടും വീട്ടിലാക്കിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. കുഞ്ഞിലെ മുതൽ മമ്മിയുടെയും പപ്പയുടെയും ആക്കി ഓരോ സ്ഥലത്ത് പോകുന്നതുകൊണ്ട് തന്നെ ആൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ വാശിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ടാരുവിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ടും കൂടെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ വീടൊക്കെ ഒന്ന് ഡെക്കോർ ചെയ്യാന്ന്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. കാരണം ഇന്നത്തെ ഒരു വലിയ ലോങ് ഡേ ആണ്. ഈ ക്രിസ്മസിനും അമ്മയുടെയും ഫസ്റ്റ് ഗിഫ്റ്റ് ഒരു പപ്പാനി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ, ഇതെന്ത് സാധനം, ഞാനിത് ആദ്യമായിട്ട് കാണുകയാണല്ലോ എന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ആളിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. അടുത്ത ഡെക്കോറിങ്സും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. എന്തായാലും ഇച്ചായം പോകുന്നതിൻ്റെ കുറച്ച് വിഷമവും തിരക്കും ഈ 2-3 ദിവസമായിട്ട് ഇനി അങ്ങോട്ടായിരിക്കും. അതിനുശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.